ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യ ദുരന്തത്തിൽ ഭോപ്പാൽ തകർന്നടിഞ്ഞിട്ട് 40 വർഷം. അപകടത്തിന്റെ ആഘാതത്തിലാണ് ഇപ്പോഴും ഇവിടെ കുഞ്ഞുങ്ങൾ പിറന്നു വീഴുന്നത്. 4 പതിറ്റാണ്ടിന് ശേഷവും നീതിക്കായി നിലവിളിക്കുന്നവർക്ക് ലഭിക്കുന്നതാകട്ടെ നിരാശ മാത്രം. ആയിരത്തി 1984 ആ നശിച്ച 3 ദിവസങ്ങൾ കൊണ്ട് സർവ്വതും നശിച്ച നാടിന്റെ പേരാണ് ഭോപ്പാൽ. ഡിസംബർ 2, 3, 4 തീയതികളിലായി ഭോപ്പാലിന്റെ മനുഷ്യരിലേക്കും പ്രകൃതിയിലേക്കും യൂണിയൻ കാർബൈഡിന്റെ കീടനാശിനി പ്ലാന്റിൽ നിന്നും വമിച്ചത് ടൺ കണക്കിന് ഉഗ്രവിഷമുള്ള മീഥൈൽ ഐസോസയനേറ്റ് വാതകമാണ്. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ പോലും സമയം കിട്ടാതെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നഗരം ശ്വാസം മുട്ടി മരിച്ചു വീണു. തത്സമയം 25,000 മനുഷ്യജീവനുകൾ, 1,00,000-ലധികം ആളുകളാവട്ടെ ആജീവനാന്താഘാതത്തിൽ വേറെയും. തലമുറകളോളം പിന്തുടരുന്ന മഹാവിപത്തായി അതിപ്പോഴും ഭോപ്പാലിൽ പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞിനെയും പിന്തുടരുന്നു. 1985-ൽ സർക്കാർ ഭോപ്പാൽ ദുരന്ത നിയമം പാസാക്കിയെങ്കിലും യൂണിയൻ കാർബൈഡ് അർഹമായ നഷ്ടപരിഹാരം നൽകാതെ ഒളിച്ചോടുകയായിരുന്നു. 1989-ൽ യൂണിയൻ കാർബൈഡുമായി അന്നത്തെ മധ്യപ്രദേശ് സർക്കാർ കോടതിക്ക് പുറത്ത് വെറും $470 മില്യൺ ഒത്തുതീർപ്പുണ്ടാക്കി. തൽഫലമായി അതിജീവിച്ചവരിൽ 93% പേർക്കും ലഭിച്ചത് തുച്ഛമായ നഷ്ടപരിഹാരം. ലോകത്തിലെ ഏറ്റവും മാരകമായ വ്യാവസായിക ദുരന്തമായ ഭോപ്പാൽ വാതക ദുരന്തം പോലെ വിനാശകരമായ മറ്റൊരു ദുരന്തം എവിടെ നിന്നും എടുത്തു പറയുവാനില്ല. കോർപ്പറേറ്റ് അത്യാഗ്രഹത്തിന്റെയും ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെയും മനുഷ്യത്വ വിരുദ്ധമായ ധനാർത്തിയുടെയും അതിക്രൂരമായ ഓർമ്മപ്പെടുത്തലാണ് ലോക മനസാക്ഷിക്ക് മുന്നിൽ ഇപ്പോഴും ഭോപ്പാൽ. ദുരന്തത്തിന്റെ സാമൂഹ്യ പാരിസ്ഥിതിക ആഘാതത്തിന് അതിരുകളില്ല. എണ്ണിയാലൊടുങ്ങാത്ത അനാഥ കുട്ടികളും വിധവകളും ഇപ്പോഴും ഭോപ്പാലിൽ പെരുകുന്നു. ആരും വിവാഹം കഴിക്കാൻ സന്നദ്ധരാകാത്തവർ, വിവാഹം നടന്നാലും ഗർഭമുണ്ടാകാത്തവർ, ഗർഭമുണ്ടായാൽ തന്നെ അലസിപ്പോകുന്നവർ, പ്രസവിച്ചാൽ തന്നെ വൈകല്യമുള്ള കുഞ്ഞുങ്ങൾ, ചുണ്ടും കണ്ണും മൂക്കുമില്ലാത്തവർ, വലിയ തലയുള്ളവർ, ഒപ്പം മനോനിലയും നഷ്ടപ്പെട്ടവർ. ദുരന്തബാധിതരുടെ പിൻതലമുറയിൽപ്പെട്ട ഈ മനുഷ്യർക്കൊന്നും ചികിത്സയ്ക്കോ ധനസഹായത്തിനോ അർഹതയില്ലെന്നാണ് സർക്കാരും കമ്പനിയും പറയുന്നത്. യൂണിയൻ കാർബൈഡ് ഫാക്ടറി ക്യാമ്പസിൽ കുഴിച്ചിട്ട വിഷമാലിന്യം ജലത്തിൽ കലർന്ന് മാറാരോഗങ്ങൾ പരത്തുന്നുവെന്ന പഠനവും ആരും ഗൗനിക്കുന്നില്ല. നരകയാതനയുടെ 40 ആണ്ട് പിന്നിടുമ്പോഴും ദുരിതബാധിതർ മരണത്തോട് മല്ലിട്ട് തളരുന്ന ഏറ്റവും നിസ്സഹായമായ കാഴ്ചയാണ് ഇപ്പോൾ ഭോപ്പാലിൽ എവിടെയും. ന്യൂസ് ഡെസ്ക് കൈരളി ന്യൂസ്.